ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ലഞ്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആട്ടോ. മത്തി ഫ്രൈയും അതേപോലെ ഓട്ടുമോര് കാച്ചിയതും രണ്ട് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ. നമുക്ക് ചില ദിവസങ്ങൾ നല്ല മടിയായിരിക്കുമല്ലോ, അതേപോലെ നല്ല മഴയും ഉണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ട് സൂപ്പർ ഐറ്റംസ് ആട്ടോ. കൂടെ ഇച്ചിരി കറുമാങ്ങാച്ചറുകളുണ്ടെങ്കിൽ പിന്നെ ഊണ് കുശാലായി. അപ്പം എൻ്റെ കയ്യിലുള്ളത് ചെറിയ മത്തിയാണ്. ചെറിയ മത്തിയാണെങ്കിൽ നല്ല നെയ്യുണ്ട്, അല്ല അത് നല്ല ടേസ്റ്റ് ആട്ടോ. നെയ്മത്തി നല്ല ടേസ്റ്റ് ഇല്ലേ വറുക്കുന്നത്, പക്ഷേ ഇച്ചിരി സ്മെല്ലുണ്ട്. സ്മെല്ല് പോകാനൊരു ടിപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പുരട്ടി വെക്കാം. അതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റ് കേട്ടോ. ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി വറുക്കാനുള്ള പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം മത്തി വറുത്തെടുക്കാൻ കേട്ടോ. കാരണം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് മത്തിക്ക് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പിലയാണ് മത്തിയുടെ സ്മെല്ല് അറിയാതെ ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് കൂടുതൽ വേണേലും കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ മത്തി വറുക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് അറിയത്തേയില്ല. ചിലപ്പോൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ റോഡിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില വീടുകളിൽ നിന്ന് നല്ല മത്തി വറുക്കുന്ന സ്മെല്ല് വരത്തില്ലേ, അത് ആദ്യം നെയ്യ് ഉരുകുന്ന സ്മെല്ലാണ്. അപ്പോൾ ഈ കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒട്ടും സ്മെല്ല് പുറത്തോട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ആ പുരട്ടി വെച്ച് മുഴുവനും ഞാൻ വറുക്കാൻ എടുക്കുന്നില്ല. ഇപ്പോൾ ഊണിന് ആവശ്യമായിട്ടുള്ള മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ഇടുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ മത്തി കഴിക്കാൻ. സാധാരണ ഈ മുള്ളുള്ള മത്തിയൊന്നും പിള്ളേരൊന്നും കഴിക്കത്തില്ലല്ലോ, പക്ഷേ ഇങ്ങനെയൊന്ന് വറുത്ത് കൊടുത്താൽ പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയത്തില്ല കേട്ടോ, സത്യം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ മത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മോര് കാച്ചി എടുക്കാം. അതിന് വേണ്ടി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് പിന്നെ ഉള്ളി അരിഞ്ഞതും പിന്നെ ചുവന്നുള്ളി അരിഞ്ഞത് പിന്നെ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒരു 5 ചുവന്നുള്ളി എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 4 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ച പച്ചമോര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മോരിന് അല്പം പുളി കൂടുതലാണ്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് അളവിൽ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഉലുവാപ്പൊടി ഒരുപാടാവരുത്, കയ്പ്പ് വരും കേട്ടോ, കയ്പ്പ് രസം വരും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഒരുപാട് ചൂടാവരുത്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.